579 വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. 579. 578 അബ്ദുൽ മുത്തലിബ് മരിച്ചു. 579 പിന്നെ ഷാമിലേക്ക് ഒരു കച്ചവട യാത്ര പോകുന്നുണ്ട് അബൂ താലിബിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഈ കുട്ടിയും കൂട്ട കൊണ്ടുപോയി. എന്തുകൊണ്ട്? ബാപ്പ ഏൽപ്പിച്ച കുട്ടിയാണ്, യത്തീമായ കുട്ടിയാണ്. അപ്പോൾ സദാസമയവും കുട്ടിയെ നാട്ടിൽ നിർത്തേണ്ട, കുട്ടിക്കൊരു വിഷമം ഉണ്ടാവേണ്ടെന്ന് കുട്ടിയെ കൊണ്ടുപോവാണ് ആര്? അബൂ താലിബ്. 579 ഇതുപോലത്തെ അനുഭവം അബൂ താലിബിനുണ്ട്. ആ യാത്രയിലൊരു സംഭവം ഉണ്ടായി, ഷാമിലേക്കുള്ള യാത്ര. ഇന്നത്തെ ജോർദാനിലെ ബുസ്ര എന്നൊരു സ്ഥലമുണ്ട്. ബസറയല്ല, ബസറ ഇറാഖിലാണ്. BOSRA, ബൊസ്ര. ബൊസ്ര എന്നൊരു സ്ഥലമുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെ വായിക്കുക. ബസറയല്ല, ബസറയല്ല, ബൊസ്ര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്. ആ ചർച്ചിൻ്റെ അധിപതിയാണ് ബഹീറ എന്നാണ്. ഇസ്ലാമിക ചരിത്രങ്ങളിലെല്ലാം ബഹീറയെ കാണാം. ആ ചർച്ചിൻ്റെ അധിപതി ഈ കുട്ടിയെ വരുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഈ സംഘം വരുന്ന കണ്ടപ്പോൾ അവർക്ക് വിരുന്നൊരുക്കി. ചർച്ചിൽ ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും വിളിച്ചു. എല്ലാവരും വന്നു. എല്ലാവരും വന്നോന്ന് ബഹീറ ചോദിച്ചു. അതേ നിർ. അപ്പോൾ ബഹീറ പറഞ്ഞു, വന്നിട്ടില്ല, ഇനിയും ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു കുട്ടി ബാക്കിയുണ്ട്, ആ കുട്ടി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ബഹീറ പറഞ്ഞു, ആ കുട്ടിക്ക് വേണ്ടിയാണ് ഇത് ഇവിടെ ഉണ്ടാക്കിയത്. ആ കുട്ടിക്ക് മേഘം തണലിട്ട് വരുന്നത് ഞാൻ കണ്ടു. ആ കുട്ടി അന്ത്യനാളിൻ്റെ അന്ത്യദൂതനാണ്, ഇവിടെ വിശ്രമിക്കും എന്ന് ഞങ്ങളെ ചരിത്രങ്ങളിലുണ്ട്. അപ്പോൾ കുട്ടി ചോദിച്ചു, ആ കുട്ടി ആരെ കുട്ടിയാ? അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, എൻ്റെ കുട്ടിയാണ്. അപ്പോഴും ബുസ്ര പറഞ്ഞു, ബഹീറ പറഞ്ഞു, കഥ നുണയാണ്. ഞാൻ മനസ്സിലാക്കിയ ആ കുട്ടിക്ക് ബാപ്പ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ സൈഫ് ബിൻ ദിയസിൻ എന്നാൽ ഓർത്തഡോക്സ് ജൂതനാണ്, പണ്ഡിതനാണ്. ബുഹൈറ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്, വലിയ പണ്ഡിതനാണ്. അതെ, സൂചന ഉണ്ട്. നേരത്തെ വേദങ്ങളിൽ സൂചന ഉണ്ട് ഇങ്ങനത്തെ ഒരു കുട്ടിയെക്കുറിച്ച്. ഇപ്പം റസൂലുള്ളാഹിക്ക് 9 വയസ്സാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുട്ടിയെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. കുട്ടിയെ ഷാമിൽ കൊണ്ടുപോകരുത്. അവിടെ ചില ഹെല്ലനിസ്റ്റിക് ജൂതന്മാരുണ്ട്. ആ ജൂതന്മാർ കുട്ടിയെ കൊന്നുകളയും. താണ്ടിയിട്ടുണ്ട്, തിരിച്ചുപോയി. മക്കേന്ന് ബൊസ്ര എന്നാണ്, കുറച്ച് ദൂരമുണ്ട്, തിരിച്ചുപോയി. മദീന നമ്മൾ അത്രയല്ല, പക്ഷെ മക്കേന്ന് വളരെ ദൂരമുണ്ട്. തിരിച്ചുപോയി കുട്ടീനെയും കൊണ്ട്. ഈ കുട്ടിയെ ഷാമിലേക്ക് കൊണ്ടുപോകരുത്, ജൂതന്മാർ കൊന്നുകളയും എന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ വിചാരിച്ച കുട്ടി തന്നെയാണ്. ഈ ലോകം മുഴുവനും ഈ കുട്ടിയുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാലം വരും. ഈ ലോകം മുഴുവനും ഈ കുട്ടിയെ കഴിയും. ഈ കുട്ടിക്ക് ശേഷം ഇനി ലോകം മുഴുവനും ഈ കുട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. ആ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഇത് ചർച്ച ചെയ്തേ മതിയാവും. നമ്മൾ വിചാരിക്കും കുറേ ആളുകൾ റസൂലുള്ളാഹിക്ക് എതിര് പറഞ്ഞാൽ ആ എതിര് പറഞ്ഞ ആളുകളെ കുറച്ചാളുകൾ പഠിക്കാൻ തയ്യാറാവും. അവർ നിസ്വാർത്ഥരായിരിക്കും. അവർക്ക് വസ്തുത ബോധ്യപ്പെടും. ചിന്തിക്കണം. അപ്പൊ ഇതേ സൈഫ് ബിൻ ദിയസിൻ എന്ത് പറയുന്നുണ്ട്? സൈഫ് ബിൻ ദിയസിൻ എന്ത് പറയുന്നുണ്ട്? അബ്ദുൽ മുത്തലിബിനോട് പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ സംരക്ഷണം മുഴുവൻ യമനി രാജാവ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഈ കുട്ടിയുടെ എല്ലാ ചെലവും ഞാൻ എടുക്കും. എല്ലാ വർഷവും വന്ന് ഈ കുട്ടിയുടെ ചെലവ് വാങ്ങിക്കൊണ്ട് കൊട്ടാരത്ത് വാങ്ങണം. ഒരു കൊല്ലം കഴിഞ്ഞാൽ അപ്പോഴത്തേന് സൈഫ് മരിച്ചു. എന്തുകൊണ്ട്? അങ്ങനത്തെ ഈ കുട്ടി ദരിദ്രനായി തന്നെ പോകണം. അങ്ങനെ ഒരു ചെലവ് കുട്ടിക്ക് കിട്ടിയാൽ പിന്നെ കുട്ടി മക്കത്തെ പ്രമാണിതയായിട്ട് നടക്കൂല. ഇതൊക്കെ കരുതി കൂട്ടിയ ഒരു ചതുരങ്ങക്കട്ടയെ വെക്കുന്നത് പോലെ കരുതി കൂട്ടിയ വെപ്പ് വെക്കണം. അല്ലാതെ നമ്മളവിടെ ഓമന മുഹമ്മദിന് ഓത്തിന് അയച്ചില്ലല്ലോ പറഞ്ഞ കരയേണ്ട ഒരാവശ്യമില്ല. നമ്മളെ നബി പട്ടിണി കിടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇജി പട്ടിണി കിടക്കണില്ല എന്നുള്ള പേരിൽ കരഞ്ഞോ?
ഞാൻ പട്ടിണി കിടക്കണില്ലല്ലോ എന്നാണ് കരഞ്ഞാള. നബി പട്ടിണി കിടന്നുകൊണ്ട് നബി പൂർണ്ണനായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തെ മുഴുവൻ റഹ്മത്ത് ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ, ഈ ലോകത്തെ മുഴുവൻ റഹ്മത്ത് അല്ലാഹു തആല ആ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. പിന്നെ ആ മനുഷ്യൻ പട്ടിണി കിടക്കേണ്ട ആവശ്യമുണ്ട്? ഈ ഭൂമി തന്നെ സ്വർണ്ണാക്കണമെങ്കിൽ അല്ലാഹു തആല ആ മനുഷ്യൻ സ്വർണ്ണാക്കി കൊടുക്കും. പിന്നെ ആ മനുഷ്യൻ എന്തിനാ പട്ടിണി കിടക്കും? അതങ്ങനെ മതിയാകൂ. അപ്പോഴേ മനുഷ്യൻ്റെ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അവസാനത്തെ അത്താഴത്തിനും പടയെങ്കിൽ പണയം വെച്ചിട്ടുണ്ട് ജൂതൻ്റെ വീട്ടിൽ. അതാ മനുഷ്യൻ്റെ പൂർണ്ണതയാണ്, കമ്മിയല്ല. അതാ മനുഷ്യൻ്റെ പൂർണ്ണതയാണ്. അത് വായിക്കുന്നിടത്ത് നമുക്ക് സുഖലോലുപന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ എതിരായിട്ടുണ്ട്. അത്യാവശ്യത്തിന് വസ്ത്രം ഉണ്ടായില്ലല്ലോ, ഭക്ഷണം ഉണ്ടായില്ലല്ലോ, നമ്മൾ കരയുക. നമ്മൾ കരയുന്ന നമ്മൾക്ക് എന്താണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണത മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ AD 579 ബൊസ്രയിൽ വെച്ച് ബഹീറ പറയുന്നുണ്ട്, ഈ കുട്ടിക്ക് മാതാപിതാക്കൾ ഉണ്ടാവില്ല, നേരത്തെ വാപ്പ മരിക്കണം. ഈ അടുത്ത കാലത്ത് ഉമ്മി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, ശരിയാണ്, ഞാൻ എൻ്റെ സംരക്ഷണത്തിൽ പൂർണ്ണമാണ് കുട്ടി, അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്, അല്ല എൻ്റെ കുട്ടിയല്ല, എൻ്റെ സഹോദരൻ്റെ കുട്ടിയാണ്. അപ്പോൾ പറഞ്ഞു, സത്യമാണ്. അപ്പൊ വേദജ്ഞാനികളെല്ലാം അനാഥത്വത്തിന്റെ നിറവ് കാത്തിരിക്കുന്ന കുട്ടിയത്. അഭയം കൊടുക്കേണ്ടത് ആരാണ്? അല്ലാഹു. യതീങ്ങാനിയല്ല. അലം യജിദ്ക യതീമൻ ഫആവാ. അല്ലാഹു അഭയം കൊടുത്തു. അതായത് ഓരോ സൂക്ഷ്മമായും ആര് കട്ടക്ക് വെച്ചിട്ട് വളർത്തി. മനസ്സിലായി? ഈ കുട്ടിയെ അതുകൊണ്ട്